ഉണ്ണി നന്നായി. ഹലോ, അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച 3 ഐറ്റംസ് ആണ് കേട്ടോ. ഗേൾസിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ഫംഗ്ഷന് പോകുമ്പോൾ മുടി സെറ്റായിട്ട് ഇരിക്കില്ല അല്ലേ, ഒരു ഐഡിയ കാണിച്ചു തരാം. അപ്പോൾ ഒരു ന്യൂ ഇയർ ഫംഗ്ഷന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം മേക്കപ്പൊക്കെ ചെയ്ത് ഐലൈനറൊക്കെ എഴുതി നല്ല കമ്മലൊക്കെ ഇട്ട് എല്ലാം സെറ്റായിട്ടിരുന്നപ്പോഴാണ് മുടി എങ്ങനെ നോക്കിയിട്ടും ഒന്നും ശരിയാവില്ല. കുറച്ച് എണ്ണമെഴുക്ക് പോലൊക്കെ നിൽക്കുക, പിന്നെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നന്നായിട്ടിരിക്കും, പക്ഷെ എന്തായാലും ഫംഗ്ഷന് പോകുമ്പോൾ മുടി എത്ര നോക്കിയിട്ടും ശരിയായേ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, നല്ല ഇങ്ങനെ വോളിമൈസ് ഒന്നും അല്ലാത്തൊരു തരത്തിൽ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. വിചാരിച്ചു എന്നാൽ ശരി മുടി പിന്നീടാന്നൊക്കെ വിചാരിച്ചപ്പോഴും ഒരു സുഖം തോന്നിയില്ല. അപ്പോഴും ഒരു മാച്ചിങ് ഉണ്ടായിരുന്നില്ല, ഒരു ബോറായിട്ട് തോന്നി കേട്ടോ. അപ്പോഴാണ് കുറേ മുമ്പ് മേടിച്ച് വെച്ച ഒരു ഹെയർ എക്സ്റ്റൻഷൻ്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഇതുവരെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് എടുക്കാം, ഇന്നാണ് അപ്പോൾ ഓർമ്മ വന്നത് കേട്ടോ അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ലെങ്ത്ത് നല്ല പാകമായിരുന്നു. എൻ്റെ മുടീനെക്കാട്ടും കുറച്ച് മാത്രമേ ലെങ്ത്ത് കൂടുതലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇത്തിരി മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരത്തെ കുറച്ച് ബ്രൗൺ കളറായിട്ടായിരുന്നു ഈ മുടി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബോറൊന്നും തോന്നിക്കുന്നില്ല. എക്സ്റ്റൻഷൻ വെച്ചതാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. ആരും മനസ്സിലാക്കിയേ ഇല്ല. ഇപ്പം അതാ എക്സ്റ്റൻഷൻ വെച്ചപ്പോൾ തന്നെ ഒരു നല്ലൊരു കോൺഫിഡൻസ് ആയി തന്നെ വേണിച്ച് പറയാം കേട്ടോ. കാരണം നല്ല വോളിമൈസ് ആയിട്ട് നിൽക്കണ്ടായിരുന്നു. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയി. അത്ര ബോറൊന്നുമില്ല, നല്ല കളറായിട്ട് കണ്ടോ. അടിയിൽ മാത്രം നല്ല ചുരുണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പകുതി മുടി മാത്രം ഇങ്ങനെ എടുത്തിട്ടാണ് ഇത് ക്ലിപ്പ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ ഫംഗ്ഷന് ഞാനൊരു 7 മണിക്ക് പോയിട്ട് ഒരു 12 മണി വരെ കുറേ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് ഫംഗ്ഷൻ കഴിഞ്ഞ് വരണ വരെ ഇത് അവിടെ തന്നെ ഇരുന്നു കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു ഒഴിഞ്ഞു പോകുന്നു, പക്ഷേ സൂപ്പറായിട്ടിരുന്നു. 5 സ്ലൈഡ് പോലത്തെ ഉള്ള ഐറ്റംസ് ഉള്ളതുള്ള നല്ല സെക്യൂർ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുടിയുടെ അടിയിലൊക്കെ നല്ല ഒരു കേളി ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ല തിക്കൊക്കെ തോന്നിച്ചു. അപ്പം നിങ്ങളുടെ മുടിക്ക് ഇങ്ങനെ ലെങ്ത്ത് കമ്മി അല്ലെങ്കിൽ തിക്ക് കമ്മിയൊക്കെ ആണെച്ചാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സാധനമാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 200 റുപ്പീസാണ് കേട്ടോ ഇത്. കമ്മലും മാലൊക്കെ ഇങ്ങനെ കുറേ ഡപ്പകളിൽ എന്നെ പോലെ സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അപ്പം ഞാൻ മേടിച്ച പുതിയൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് എല്ലാ കമ്മലുകളും ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ 36 ഗ്രിഡുള്ള ഒരു ബോക്സ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 വന്നു 140 റുപ്പീസിനാണ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. നമുക്ക് ഷെൽഫുകൾ വേണിച്ച് അങ്ങനെ റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റും. നല്ലൊരു ബോക്സ് ആയിരുന്നു. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ കളറ് പോവും അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട. പിന്നെ ഫുൾ എല്ലാവിടെയും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് വലിയ വലിയ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഓരോരോ ഷെൽഫ് റിമൂവ് ചെയ്തിട്ട് നമുക്കിങ്ങനെ എടുത്ത് വെക്കുകയും ചെയ്യാം. വെക്കാനും എടുക്കാനും ഒക്കെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കമ്മലും നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ ഇങ്ങനെ കുറേ ബോക്സുകളിൽ ഇട്ട് ഇങ്ങനെ കമ്മൽ വെക്കണ ആൾക്കാരാണെന്ന് വെച്ചാൽ ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത്ര വലിയ ബോക്സൊക്കെ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ വീട്ടിലൊക്കെ നമുക്ക് വേണിച്ചാൽ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബോക്സാണ്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. 214 റുപ്പീസിനാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇതിൽ 32 ഓരോരോ സ്മോൾ ആയിട്ടുള്ള ഷെൽഫുകളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ബോക്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഐറ്റമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് കാണിക്കാൻ പോണ സാധനം ഞാൻ കുറേ വർഷമായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. വൈറലായിട്ടുള്ള ഒരു ബോട്ടിലാണ് ഇത്. അപ്പോൾ കുറേ വർഷമായി മേടിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം വന്നതായിട്ട് തോന്നിയത്. വെള്ളം കൂടി കുറച്ച് കമ്മി ചെയ്ത പോലെ തോന്നി. അങ്ങനെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന ടൈമിൽ വെള്ളം കൂടി നല്ല കമ്മിയാണല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആ ബോട്ടിൽ അങ്ങനെ കയ്യിൽ കിട്ടി കേട്ടോ. അപ്പം ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് കേട്ടോ അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനും ഉണ്ണിയെടുത്ത് പറയുന്നു ഉണ്ണീനെക്കാട്ടും വലിയ ബോട്ടിലാണെന്ന്. കാരണം നല്ല വലിപ്പമുണ്ട്. പക്ഷേ 7 ഗ്ലാസ് വെള്ളം തന്നെയാണ് കേട്ടോ അതിൽ കൊള്ളുള്ളൂ. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കണ മടി, ചിലപ്പോൾ വെള്ളം കുടിക്കാൻ നമ്മൾ മറക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കി വയ്ക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ നല്ല സിമ്പിളാണ്. പിന്നെ ഇതിൽ 2000 ml ആണ് കൊള്ളുന്നത് കേട്ടോ.
പിന്നെ ഓരോരോ മണിക്കൂറിൽ കുടിക്കേണ്ട എത്ര അളവ് അതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുടിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണ്, ഞാനിതിൽ എന്തായാലും ഈ വെള്ളം മൊത്തം കുടിച്ച് തീർക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൽ ഒരു സ്ട്രോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഉണ്ണിക്കും നല്ല ഇഷ്ടമായി. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രോ ഇതിൽ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ അതിൽ തന്നെ ഒരു സ്റ്റിക്കേഴ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിക്കേഴ്സിനൊക്കെ എല്ലാവരും അൺബോക്സ് ചെയ്യേണ്ടതൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമുള്ളതാണ്. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ മറക്കണ ആൾക്കാരാണെങ്കിൽ, മടിയുള്ള ആൾക്കാരാണെങ്കിൽ വേഗം തന്നെ ഈ ബോട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, മേടിച്ച് നോക്കൂ. നല്ല ക്വാളിറ്റിയാണ്, എല്ലാം നല്ല സൂപ്പറാണ്. അപ്പോൾ വീഡിയോ നല്ല യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ ഒരു ചപ്പലാണ് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷേ അത് സൂപ്പർ ക്വാളിറ്റിയാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, നല്ല ഡിസൈനൊക്കെ ആയിട്ട്. അപ്പോൾ പുറത്തേക്ക് ഇടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ കുറച്ച് ഹീൽസൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ നല്ല സ്പോഞ്ച് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീൽസൊക്കെ ഉണ്ടെങ്കിലും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. 5 സ്റ്റാർ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചപ്പലാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ 4 പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.